നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള മലയാളി യുവതി ആൻറ്റസയുമായി ഫോണിൽ സംസാരിച്ചതായി ആൻറ്റസയുടെ പിതാവ് ബിജു എബ്രഹാം. ഫോൺ പിടിച്ചെടുത്തത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും സുരക്ഷിതയാണെന്നും ആൻറ്റസ കുടുംബത്തെ അറിയിച്ചതായും ബിജു എബ്രഹാം 24-നോട് പറഞ്ഞു. ഇറാൻ കപ്പൽ പിടിച്ചെടുത്ത് 3 ദിവസം പിന്നിടുമ്പോഴാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് മലയാളി യുവതിയായ ആൻറ്റസ ജോസഫ് കുടുംബത്തെ അറിയിച്ചു. ഇന്ന് രാത്രിയാണ് ആശയവിനിമയം നടത്തിയത്. ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്ന പ്രതീക്ഷ മകൾ പങ്കുവച്ചെന്നും ആൻറ്റസയുടെ പിതാവ് ബിജു എബ്രഹാം 24-നോട് പറഞ്ഞു. ആശ്വാസം വരുന്ന രീതിയിൽ എൻ്റെ മോളിപ്പോൾ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും കുടുംബവുമായി സംസാരിച്ചു. ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നതിന് അല്പസമയത്തേക്കാണ് ഇറാൻ സൈന്യം ഫോൺ അനുവദിച്ചത്. കപ്പലിലുള്ള 17 ഇന്ത്യക്കാരിൽ വയനാട് സ്വദേശിയായ ധനേഷ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ. അതേസമയം കപ്പലിലുള്ള 17 പേരെയും സന്ദർശിക്കാനും ഇന്ത്യൻ പ്രതിനിധികൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹൈ വോൾട്ടേജിലാക്കി നരേന്ദ്രമോദി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും മാസപ്പടി ആരോപണവും ആയുധമാക്കിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെയും പോകുമെന്ന് മോദി ഉറപ്പു നൽകി. LDFും UDFും കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. LDFിനെയും UDFിനെയും കടന്നാക്രമിച്ചാണ് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കരുവന്നൂർ തന്നെയായിരുന്നു മുഖ്യ ആയുധം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM പാവങ്ങളെ പറ്റിച്ചെന്ന വിമർശനം. ഉസ് बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया. यहां CPM के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं. UDFനും LDFനും അഴിമതിയിലാണ് താൽപര്യമെന്നും മോദി വിമർശിച്ചു. തൃശൂർ, ആലത്തൂർ, കൊല്ലം, മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച മോദി കാട്ടാക്കടയിലേക്ക് തിരിച്ചു. ചൂണ്ടുപല മുതൽ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ വേദിയിലേക്ക് റോഡ് ഷോയായാണ് മോദി എത്തിയത്. കുന്നംകുളത്തേതുപോലെ കാട്ടാക്കടയിലും മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. പിന്നീട് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം. മാസപ്പടി കേസ് പുറം ലോകമറിഞ്ഞതിന് കാരണം കേന്ദ്ര സർക്കാർ എന്ന നരേന്ദ്രമോദി പറഞ്ഞു. कोचिन मिनरल्स रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. UDFും LDFും ശത്രുക്കളെ പോലെ അഭിനയിക്കുകയാണെന്നും ഇരുകൂട്ടരും കേരളത്തെ അഴിമതിയുടെ കൂടാരമാക്കുകയാണെന്നും മോദി വിമർശിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം സ്ഥാനാർത്ഥികൾക്കൊപ്പം വയനാട് സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രനും വേദിയിലുണ്ടായിരുന്നു. ചലച്ചിത്ര നടി ശോഭനയും പ്രചാരണ പരിപാടിക്കെത്തി. ഈ വർഷം ജനുവരിക്ക് ശേഷം ഇത് 7ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള BJPയുടെ ലക്ഷ്യം മോദിയുടെ സന്ദർശനങ്ങളിലൂടെ സാധ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അലക്സ് റാം മുഹമ്മദ്, ടീം 24. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ഇടത് നേതാക്കൾ രംഗത്ത്. കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി. കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു.
പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിച്ച കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് BJP സജീവ രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ഇറക്കിയുള്ള LDFന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകി പ്രതിരോധം തീർത്തു. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായ ക്രമവിരുദ്ധമായ നടപടികൾ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 2020 ഒക്ടോബറിൽ അതിന്റെ മറുപടി ലഭിച്ചു. അതിന് ക്രമവിരുദ്ധമായ വായ്പകളുണ്ട് എന്ന് വ്യക്തമായി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ 100 കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ടെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കടന്ന കൈയെന്ന് മുഖ്യമന്ത്രി. കാട്ടാക്കട എത്തിയപ്പോൾ കാട്ടാക്കടയിൽ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി രൂപയിലധികം സ്വത്തുണ്ട് എന്ന് അവിടെ പറയുകയില്ല. എന്തൊരു പരിഹാസ്യമായ നിലയാണെന്ന്. MM വർഗീസ് ശതകോടീശ്വരനായി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നാട്ടിൽ ഇടപോകുന്നതാണോ കരുതുന്നത്? ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല. ദുരിതകാലത്ത് പോലും സംസ്ഥാനത്തെ സഹായിക്കാത്ത പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പുതിയ വാഗ്ദാനവുമായി എത്തുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. വിഭാഗീയത ഉണ്ടാക്കിയാണ് പ്രധാനമന്ത്രി പ്രചാരണം നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. The main leader of the ruling party and the prime minister of the country attacks the opposition saying you are against a religious deity, you are against the temple, and that means they are rousing religious feelings or passions against the opposition parties. മോദിയുടേത് തട്ടിപ്പ് ഗ്യാരണ്ടിയാണെന്നും കേരളത്തിൽ ഇടയ്ക്കിടെ വരുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടമായവർക്ക് തിരികെ ലഭിക്കാൻ വഴിയൊരുങ്ങുന്നു. കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ അപേക്ഷ നൽകി. തങ്ങൾ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് പണം നൽകാൻ ഒരുക്കമാണെന്ന് ED കോടതിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ED കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. കൊച്ചിയിലെ പ്രത്യേക കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർക്ക് അപേക്ഷ നൽകാം. രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ EDക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ED കണ്ടുകെട്ടിയ വസ്തുവകകളിൽ നിന്ന് ഡെപ്പോസിറ്റ് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഏതാനും നിക്ഷേപകർ കോടതിയെ സമീപിച്ചു. നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് ED ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി. നിക്ഷേപകരുടെ ഹർജിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാജ്യം കണ്ട ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും മോദി കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി. പിണറായി ഇടയ്ക്കെങ്കിലും മോദിക്കെതിരെ പറയണമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സ്വന്തം മണ്ഡലമായ വയനാട്ടിലെ ആവേശകരമായ റോഡ് ഷോയ്ക്കും മറ്റ് പ്രചാരണ പരിപാടികൾക്കും ശേഷമാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെത്തിയത്. മലപ്പുറം, കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. The electoral bond scheme is not a way to clean politics. It is an extortion racket. It is the biggest extortion racket on the planet. It is a way to steal from the people of India. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം. My question is, why is the BJP not attacking the Chief Minister of Kerala? Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? കേരളത്തിന്റെ നേട്ടങ്ങളെ പുകഴ്ത്തിയ രാഹുൽ സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനായി 34 കോടി രൂപ സമാഹരിച്ചത് മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ടു. CAA വിഷയത്തിൽ നിലപാടില്ലെന്ന് കുറ്റപ്പെടുത്തിയവർക്ക് പൗരത്വത്തിന് മതം മാനദണ്ഡമാകില്ല എന്ന ശക്തമായ മറുപടിയും രാഹുൽ നൽകി. അതേസമയം കോഴിക്കോട്ടെ പ്രചാരണ പരിപാടിയിലും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ഒഴിവാക്കിയത് ചർച്ചയായി. 24 കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ തോൽവി ഭയന്നാണെന്ന് കുറ്റപ്പെടുത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ ANIക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് മോദി നിലപാട് വ്യക്തമാക്കിയത്. ദക്ഷിണേന്ത്യയിൽ BJP സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. 6 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിന് ആകെ നൽകാൻ സാധിച്ചതിന്റെ പല മടങ്ങ് നേട്ടം 10 വർഷം കൊണ്ട് രാജ്യത്തിന് സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. पैरामीटर
आपको कांग्रेस के मॉडल से एक ऐसा मॉडल नजर आ रहा है कि हाँ, इस रास्ते पर हम चलेंगे इतनी गति से, और गति और बढ़ानी है मुझे। अगले टर्म में गति भी बढ़ानी है और स्केल भी बढ़ाना है. രാഷ്ട്രീയ പാർട്ടികളിലെ കള്ളപ്പണം തടയാനാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതിന്റെ ഗുണദോഷങ്ങൾ രാജ്യം ചർച്ച ചെയ്യട്ടെ എന്നും മോദി. ये तो इलेक्टोरल बॉन्ड की सक्सेस स्टोरी है कि इलेक्टोरल बॉन्ड थे तो आपको ट्रेल मिल रहा है मनी का कि किस कंपनी ने दिया, कैसे दिया, कहाँ दिया. अब उसमें अच्छा हुआ बुरा हुआ वो विवाद का विषय हो सकता है. തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ വലിയ നേട്ടം BJP ഉണ്ടാക്കും. കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നില്ലെന്നും മോദി അവകാശപ്പെട്ടു. एक भी कानून मेरी सरकार ने नहीं बनाया, चाहे ED हो, CBI हो, चाहे इलेक्शन कमीशन. इतने ऑपोजिशन लीडर जेल में है, कोई मुझे बताए. और क्या यही ऑपोजिशन लीडर उनके सरकार चलाते थे या जेल का डर है? അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു സംസ്കാരത്തെയോ ഭാഷയെയോ വേഷത്തെയോ ഭക്ഷണത്തെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. BJPക്ക് ഭരണ തുടർച്ച ലഭിക്കുന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പങ്കുവച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. UDF സ്ഥാനാർത്ഥിയും മീഡിയ വിങ്ങും വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. താൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇത്രയധികം വ്യക്തിഹത്യ നേരിടുന്നത് ജീവിതത്തിൽ ആദ്യമായാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിക്കും വീണ്ടും പരാതി നൽകുമെന്നും KK ശൈലജ. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യാതൊരു ധാർമ്മികതയുമില്ലാത്ത പെരുമാറ്റമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യാമോഹമാണിത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ കുറേ കരുതേച്ചാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാറ്റി ചെയ്യുന്നുള്ളത് കൊടും കുറ്റകൃത്യങ്ങളാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കും വരണാധികാരിക്കും പരാതി കൊടുക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ദേശീയ വിഷയങ്ങൾ. 24ന്റെ ജനകീയ ചർച്ചാവേദിയായ ഇവിടെ രാഷ്ട്രീയ പറയാം തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. മണിപ്പൂർ വിഷയവും CAAയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ചൂടേറിയ ചർച്ചയായി. നമസ്കാരം. 24ന്റെ ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്നെത്തിയിരിക്കുന്നത് ഒരു സ്റ്റാർ മണ്ഡലത്തിലാണ്, തിരുവനന്തപുരം മണ്ഡലത്തിൽ. സംസ്ഥാനത്തെ വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനകീയ ചർച്ചയിലും അതേ വീറും വാശിയും. വിഴിഞ്ഞം തുറമുഖത്തിൽ അവകാശവാദമുന്നയിച്ച് മൂന്ന് മുന്നണികളും. ആ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥ ഇന്ത്യയുടെ നേർചിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തതാണ്. പിന്നീട് വന്ന MPമാരുടെ കാലഘട്ടത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇതിലൊന്നും തന്നെ ശശി തരൂരിന്റെ ഒരു കയ്യൊപ്പില്ല. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയെ ചൊല്ലിയും തർക്കം. ആശുപത്രിയിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് UDF പ്രതിനിധി RV രാജേഷ്. ആരോഗ്യമന്ത്രി മാത്രം എല്ലാം മരുന്നുകളുണ്ടെന്ന്, പക്ഷെ അവിടെ പോകുന്ന ആളുകൾക്ക് മരുന്നും ഡോക്ടർമാരും ഇല്ലാത്ത അവസ്ഥയാണ് ആശുപത്രിയിൽ. ഈ ആശുപത്രികളെ മുഴുവൻ തകർത്തത് ഈ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ്. സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി ആശുപത്രിയെ മാറ്റിയെന്ന് LDF പ്രതിനിധി DK സുരേഷ് കുമാർ. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും പ്രതിദിനം വരുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പൊതു ആശുപത്രികൾ, ധർമാശുപത്രികൾ താഴിട്ട് പൂട്ടിപ്പോയ സ്ഥലത്ത് നിന്നാണ് ഈ വികസന പ്രവർത്തനം സാധ്യമാക്കുന്നത്. പെട്രോൾ വിലവർധനവും ചർച്ചയായി. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതായി തെളിയിക്കാൻ NDA പ്രതിനിധി വെങ്ങാനൂർ ഗോപകുമാറിന്റെ വെല്ലുവിളി. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണിക്കേ. തിരുവനന്തപുരത്തിനായി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർന്നു. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്കും ചർച്ചയായി. മാസപ്പടി വിവാദവും സിദ്ധാർത്ഥന്റെ മരണവും LDFനെതിരെ ഉന്നയിച്ചു. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വികസന കാഴ്ചപ്പാടിൽ ബഹുദൂരം മുന്നിലാണ് കാസർഗോഡ് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും. ജില്ലയിലെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. എയിംസ് തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാസർഗോട്ടെ വികസന സ്വപ്നങ്ങൾക്ക് തടയിടുന്നുവെന്ന ആക്ഷേപം നിലവിലെ MPക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കാര്യമാത്ര പ്രസക്തമായ ഒരു വികസനവും നടക്കാത്തൊരു മണ്ഡലമാണ്.
ഒന്ന് റെയിലിൻ്റെ പ്രശ്നമാണ് കാര്യമായിട്ടുള്ളത്. ഒരുപാട് സ്റ്റോപ്പ് പല സ്ഥലത്തും വേണം. പുതിയ വണ്ടികൾ എന്തായാലും കാസർഗോഡ് ഭാഗത്തേക്ക് വരേണ്ടതാണ്. കാഞ്ഞങ്ങാട് കാണിയൂർ പാത എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളത് മേൽപ്പാലങ്ങളാണ്. എൻഡോസൾഫാൻ രോഗികൾക്ക് കരുണാകരൻ MP ഉണ്ടാകുമ്പോഴാണ് കുറേയധികം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ വിധി തന്നെ കമ്പനിയിൽ നിന്ന് തുക ഈടാക്കി ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിലാണ് എൻഡോസൾഫാൻ വിക്ടിം റെമഡിയേഷൻ സെല്ലെന്ന് പറഞ്ഞൊരു സെല്ല് തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അത് ഫലപ്രദമാക്കി മുമ്പോട്ട് പോയി ഈ എൻഡോസൾഫാൻ രോഗികളുടെ ഇന്നത്തെ അവശതകൾക്ക് സ്ഥായിയായ പരിഹാരം കാണാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കണം. ഇവിടെ സംസ്ഥാന സർക്കാരേ ചെയ്തുള്ളൂ. എൻഡോസൾഫാൻ രോഗികൾക്ക് സംസ്ഥാന സർക്കാർ എത്രവിധ ആനുകൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി? എന്താ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇടപെടിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്? എല്ലാ MP-മാർക്കും 17 കോടി, എനിക്ക് 19 കോടി. P. കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടിയോട് ചേർത്ത് 19 കോടി. ആ 19 കോടിയും ചെലവാക്കിയ ലിസ്റ്റ് തരാം. അതുകൂടാതെ 696 കോടി വികസനം കൊണ്ടുവന്നു. എൻ്റെ ഒരു ചിരകാല സ്വപ്നം കാസർഗോഡ് എൻഡോസൾഫാൻ്റെ ഇരകളെ രക്ഷിക്കണമെങ്കിൽ എയിംസ് ഇവിടെ കൊണ്ടുവരണം. മുഖ്യമന്ത്രിക്ക് ഒരേ ഒരു വാശി, പുള്ളിയുടെ മകളുടെ ഭർത്താവ് റിയാസ് കോഴിക്കോട്ടുകാരനായുണ്ട്, കിനാലൂർ വേണം. കേന്ദ്രം 200 ഏക്കർ സ്ഥലം ആവശ്യപ്പെട്ടു. പുള്ളി 190 ഏക്കറേ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങളത് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട്ട് പുള്ളിയുടെ പൂതി നടപ്പിലാവാൻ പോകുന്നില്ല. കാസർഗോഡാണ് ഇത് കിട്ടേണ്ടതെന്ന് കേരളത്തിലെ ഒരു മലയാള പത്രം, 14 എഡിഷനുള്ള മലയാള പത്രം, 14 എഡിഷനിലും എഡിറ്റോറിയൽ എഴുതി കേരളത്തിൽ എവിടെങ്കിലും എയിംസ് സ്ഥാപിക്കുന്നെങ്കിൽ കാസർഗോഡ് വേണം. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള നാടാണ് ഈ നാട്. അതിന് ഒരുപാട് പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പെരിയയിൽ ഒരു എയർ സ്ട്രിപ്പ് കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. നമുക്കിവിടെ അറിയാം ഒരു എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകനെ ആശ്രയിക്കുന്നുള്ളത്. നമുക്കൊരു സാധാരണമായിട്ടുള്ള ഒരു മിനിമം ഒരു ഹോസ്പിറ്റൽ വ്യവസ്ഥ പോലും ഇവിടെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ജയിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ എയിംസ് കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയ സ്ഥലങ്ങൾ എല്ലാം അന്വേഷിച്ചുകൊണ്ടുണ്ട്. LDF പിന്നെ UDF പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാക്കി വെക്കുന്നല്ല. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ്. ഇവിടെ ഞാൻ ജയിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ എയിംസ് കൊണ്ടുവരും. വേറെ സ്ഥലത്തിലെല്ലാം MP-മാർ BJP MP-മാർ പോയിട്ട് അവിടെ എടുക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണുണ്ട്. ഇവിടെ മാത്രമാണോ സ്റ്റോപ്പ് ആക്കുന്നത്? നമുക്ക് ഒരു BJPക്ക് MP-യും MLA ഇല്ലാത്ത സ്ഥലത്തും പോലും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈവേ 6 ലൈൻ ആക്കിയിട്ട് തന്നു. അതേപോലെ കാസർഗോഡിൻ്റെ ഹാർബർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് 50 crores കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡേഷൻ വേണ്ടിയിട്ട് നമുക്ക് 24 crores കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് തടസ്സം വരുന്നത്? അതേ പറയുന്നല്ലേ, LDF പിന്നെ UDF ബായ് എടുത്തെങ്കിൽ പച്ചക്കളം പറയുന്നതാണ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള കോടതി നടപടികൾ ആരംഭിച്ചു. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണ് എന്നറിയിക്കുന്ന ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. വാദം കേൾക്കാനുള്ള തീയതി കോടതി ഉടൻ അറിയിക്കുമെന്നാണ് റിപ്പോർട്ട്. അഭിഭാഷകൻ ഒസാമ അബ്ദുൽ ലത്തീഫ് അൽ അംബർ വഴിയാണ് അബ്ദുറഹീം കോടതിയെ സമീപിച്ചത്. അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാലാണ്. ഈ തുക നൽകാൻ തയ്യാറാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മോചനദ്രവ്യം സ്വീകരിച്ച് വധശിക്ഷ റദ്ദാക്കുകയും അബ്ദുറഹീമിന് മാപ്പ് നൽകി മോചിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇതു സംബന്ധമായി വാദം കേൾക്കാനുള്ള തീയതി കോടതി ഉടൻ അറിയിക്കും. ഇരുവിഭാഗങ്ങളെയും നേരിട്ട് കേട്ട ശേഷം മാത്രമേ കോടതി അന്തിമ തീരുമാനം അറിയിക്കുകയുള്ളൂ. മാപ്പ് നൽകി അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള വാദിഭാഗത്തിന്റെ സമ്മതപത്രത്തിന് സുപ്രീം കോടതിയുടെ കൂടി അംഗീകാരം ലഭിച്ചാൽ മോചനദ്രവ്യം കൈമാറുകയും റഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അതേസമയം മോചനദ്രവ്യമായ 34 കോടി രൂപ നാട്ടിൽ നിന്നും സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെയും സഹായ സമിതിയുടെയും എല്ലാം ഭാഗത്തു നിന്നും തുടരുകയാണ്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് യൂസുഫ് കാക്കഞ്ചേരി, നിയമസഹായ സമിതിയുടെ ഭാഗത്തു നിന്ന് അഷ്റഫ് വേങ്ങാട്ട്, CP മുസ്തഫ, സിദ്ദീഖ് തൂവൂർ തുടങ്ങിയവരാണ് ഇപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് പരിശോധിച്ചതിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നതിനെതിരെയാണ് ഹർജി നൽകിയത്.
ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം നിർണായക തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതയുടെ സഹോദരൻ രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണ പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നും സഹോദരൻ ചോദിച്ചു. തൃശൂർ പൂരത്തിന് ആനകളും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരപരിധി 6 മീറ്ററാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാനായി 3 അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകലപരിധി 50 മീറ്റർ എന്നതിൽ ഇളവ് വരുത്തിയെന്ന് വനം വകുപ്പ് ഇന്ന് കോടതിയെ അറിയിച്ചു. സുരക്ഷിതമായ അകലം പാലിക്കണമെന്നാണ് പുതിയ ഉത്തരവെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ 10 മീറ്ററെങ്കിലും അകലം അനിവാര്യമെന്നായിരുന്നു അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. എന്നാൽ 10 മീറ്റർ പരിധി അപ്രായോഗികമെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. കുടമാറ്റം പോലുള്ള ചടങ്ങിന് ദൂരപരിധി പ്രശ്നമാകുമെന്നും വ്യക്തമാക്കി. തുടർന്നാണ് ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് പാലിക്കേണ്ട ദൂരപരിധി 6 മീറ്ററാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് 6 മീറ്ററിനുള്ളിൽ തീവെട്ടി പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. അതേസമയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വിഷയത്തിൽ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്തം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണം. സാക്ഷ്യപത്രങ്ങൾ വിശ്വസിക്കാമെന്ന ഉറപ്പ് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. വാൽപ്പാറയിൽ 17-കാരന് മുതലയുടെ കടിയേറ്റു. മാനമ്പിള്ളിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ അജയ്യെയാണ് മുതല കടിച്ചത്. ഇന്ന് വൈകിട്ട് പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് സംഭവം. കരച്ചിൽ കേട്ടെത്തിയ പ്രദേശവാസികളാണ് യുവാവിനെ രക്ഷിച്ചത്. 2 കാലുകൾക്കും സാരമായി പരിക്കേറ്റ അജയ്യെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി വഖഫ് ബോർഡ് റിക്രൂട്ട്മെന്റിലെ കള്ളപ്പണ കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാന്റെ ഹർജിയിലാണ് കോടതി നിരീക്ഷണം. PMLA സെക്ഷൻ 50 കോടതിക്ക് മുന്നിലുള്ള തെളിവല്ല. വ്യക്തി നൽകിയ യഥാർത്ഥ മൊഴിയാണ് കോടതിക്ക് മുന്നിലുള്ള തെളിവെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വാക്കാൽ പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് താൽക്കാലിക ആശ്വാസമില്ല. ED അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജി നേരത്തെ പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഹർജി ഈ മാസം 29-ന് പരിഗണിക്കും. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി റൌസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടി. ഇതേ കേസിൽ BRS നേതാവ് K കവിതയെയും ഈ മാസം 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചിയിൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൊച്ചി വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. അശാസ്ത്രീയമായ രീതിയിലാണ് കയർ കെട്ടിയിരുന്നതെന്ന് മനോജിന്റെ കുടുംബം ആരോപിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് SA റോഡിൽ നിന്ന് MG റോഡിലേക്കുള്ള ഗതാഗതം പോലീസ് വടംകെട്ടി നിയന്ത്രിച്ചത്. അമിതവേഗത്തിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ മനോജ് റോഡിന് കുറുകെ കെട്ടിയ കയർ കണ്ടില്ല. പോലീസിനെതിരെ മനോജിന്റെ കുടുംബം രംഗത്തെത്തി. അടയാളമില്ലാതെയാണ് കയർ കെട്ടിയിരുന്നതെന്ന് മനോജിന്റെ സഹോദരി. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിന്റെ എന്തുകൊണ്ടും വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബണോ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിച്ചുകൊണ്ടപ്പോൾ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ഒരു പോർഷൻ ആണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു, ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു. നമുക്ക് സുരക്ഷയുടെ പേരിലാണെങ്കിലും അവരുടെ സുരക്ഷയാണ്, ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ഉത്തരവാദിത്തമാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മനോജ് സഞ്ചരിച്ച ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ്. കുടുംബത്തിന് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLA TJ വിനോദ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കഴുത്തിനേറ്റ ഗുരുതര മുറിവാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കൊച്ചി. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ഹൈക്കോടതി.
അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. മലയാളം 6ാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻഡമോൾ ഷൈനിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 25-ന് ഹർജി വീണ്ടും പരിഗണിക്കും. മലയാളി താരങ്ങളായ സജന സജീവനും ആശാ ശോഭനയും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ. ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ടീമിലാണ് ഇരുവരും ഇടം നേടിയത്. 5 T20 മത്സരങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ കളിക്കുക. വനിതാ പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനമാണ് ഇരു താരങ്ങൾക്ക് നേട്ടമായത്. വയനാട് മാനന്തവാടി സ്വദേശിയായ സജന മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ്. കേരള വനിതാ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയാണ് സജന. തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭന WPL-ലെ ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. CMRL ഫിനാൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരായി. KS സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരാണ് ഹാജരായത്. കേരളത്തിലെ ED കേസുകൾ വിശകലനം ചെയ്യാൻ കൊച്ചിയിൽ ഉന്നത ED ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ യാത്രക്കാരനെ പാമ്പ് കടിച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ വെച്ചാണ് മധുര സ്വദേശിയായ യുവാവിന് പാമ്പുകടിയേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരന്റെ നില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്ന് രാവിലെ 9:30 മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഏറ്റുമാനൂരിലെത്തിയപ്പോഴാണ് സംഭവം. മധുര സ്വദേശി കാർത്തി പാമ്പ് കടിച്ചുവെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഉടൻ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോട്ടയം സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റി യാത്ര തുടർന്നു. പാമ്പ് ബോഗിക്കുള്ളിൽ കയറാൻ സാധ്യതയില്ലെന്നും എലി കടിച്ചതാകാനാണ് സാധ്യതയെന്നുമാണ് റെയിൽവേ അധികൃതരുടെ വാദം. എന്നാൽ പാമ്പ് കടിച്ചത് തന്നെയാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. പിറവത്ത് ജോലി ചെയ്യുന്ന ഇയാൾ ഭാര്യയ്ക്കൊപ്പം നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി. 24 കോട്ടയം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.